ഗഫൂർ ഹാജി എന്ന് പറയുന്ന ഒരു സമ്പന്നൻ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. ആരാ എന്താ സംഭവിച്ചെന്ന് ഒരു പിടിയുമില്ല. അങ്ങനെ 10 മാസത്തിന് ശേഷം ആ പ്രതിയെ കൈയോടെ പിടികൂടുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ പ്രതിയെ കൈയോടെ പിടികൂടിയപ്പോഴാണ് ഇതിൻ്റെ നിജസ്ഥിതി മുഴുവൻ പുറത്തേക്ക് വരുന്നത്. ഒരു സ്ത്രീയാണ് ആ ഗഫൂർ ഹാജിയെ കൊല്ലുന്നത്. എന്തിനു വേണ്ടിയാണ് ആ സ്ത്രീ ഗഫൂർ ഹാജിയെ കൊന്നത്? അതിന് നേട്ടം എന്താണ്? ആരാണ് ഈ സ്ത്രീ എന്നറിഞ്ഞാൽ കൂടുതൽ നമ്മൾ ഞെട്ടിപ്പോകും. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു കേസ് തെളിയിച്ച ഉദ്യോഗസ്ഥനാണ് നമ്മുടെ പ്രിയപ്പെട്ട ജോൺ സാറ്, DSP ആണ്. അദ്ദേഹത്തിൻ്റെ എന്താ പറയുന്ന ഒരു കിരീടത്തിൽ പൊൻതൂവൽ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. അത്തരത്തിലുള്ള വെല്ലുവിളി നിറഞ്ഞൊരു കേസാണ്. പ്രതി കൺവെർട്ട് കൊണ്ടുതാനും എന്ന് അറസ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. ഒരു വെല്ലുവിളി നിറഞ്ഞൊരു കേസായിരുന്നു സാർ, അല്ലേ സാറേ? അതെ, വെല്ലുവിളി നിറഞ്ഞ ഒരു കേസാണ്. ആദ്യം ബേക്കൽ പോലീസ് സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് കേസ് അന്വേഷിച്ചത്. 2023 4-ാം മാസം ആണ് ഈ ഗഫൂർ ഹാജി അയാൾ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ കിടപ്പുമുറിയിൽ മരണപ്പെട്ട നിലയിൽ രാവിലെ കാണുന്നത്. അന്നേരം ഈ നോമ്പ് സമയമായിരുന്നു. രാവിലെ തലേദിവസം തൊട്ട് ഇയാളെ ഒരു 4 മണി തൊട്ട് ഇയാളുടെ മൊബൈൽ ഫോണിൽ വിളിച്ചിട്ട് ആർക്കും കിട്ടിയിരുന്നില്ല. പിന്നീട് പിറ്റേ ദിവസം വെളുപ്പിന് നോമ്പ് തുറക്കേണ്ട സമയത്തും കാണാതായപ്പം ബന്ധുക്കൾ വന്ന് അന്വേഷിച്ചപ്പോഴാണ് വീട്ടിൻ്റെ ഉള്ളിൽ മരണപ്പെട്ട് കിടക്കുന്നതായിട്ട് കണ്ടത്. ആ മരണപ്പെട്ട് കിടക്കുന്നത് സ്വാഭാവിക മരണം എന്ന നിലയ്ക്ക് മയ്യത്തടക്കി. പിന്നീട് മകൻ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തു. ആ പരാതിയിൽ കേസെടുത്തു. മയ്യത്ത് അടക്കിയ ബോഡി തിരിച്ചെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. അവർക്ക് സംശയം കാര്യം എന്തായിരിക്കും? സംശയം തോന്നാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 1 ലക്ഷത്തോളം രൂപ ക്യാഷും ഒരു 34 പവൻ സ്വർണ്ണാഭരണങ്ങളും കാണാണ്ടായിരുന്നു. കൂടാതെ ഇയാൾക്ക് പറയത്തക്ക മറ്റ് അസുഖങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മറ്റ് ശാരീരികമായ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സംശയം തോന്നിയിട്ട് മകൻ ഗൾഫിലായിരുന്നു. മരണവിവരം അറിഞ്ഞിട്ടാണ് നാട്ടിൽ വന്നത്. അപ്പോൾ അയാൾക്ക് ഇതിലൊക്കെ സംശയം തോന്നിയിട്ടാണ് ഈ പരാതി കൊടുക്കുന്നത്. അങ്ങനെ ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയുടെ പുറകുവശം ചെവിക്ക് മുകളിലായിട്ട് ഏറ്റ നീളത്തിലുള്ള ഒരു മുറിവാണ് മരണകാരണം എന്നാണ് ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരുന്നത്. അത് സ്വാഭാവികമായിട്ടും ആ മരിച്ചു കിടക്കുന്ന മുറിയിൽ വീണാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തട്ടിയാലോ ഒന്നും ഉണ്ടാകുന്ന മുറിവല്ല. അതാണ് മരണകാരണം എന്ന് പറഞ്ഞപ്പം അതിൽ സംശയം വന്നു. ഇയാളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ഫോൺ കോളുകളും മറ്റും പരിശോധിക്കാൻ തുടങ്ങി. പിന്നെ അതിൽ കൂടുതലായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളൊരു 6 മാസം മുമ്പ് തൊട്ട് തന്നെ ഇയാളുടെ ബന്ധുക്കളുടെ കയ്യിൽ നിന്നും പല തവണയായിട്ട് പല രീതിയിൽ പല അളവിൽ സ്വർണം വാങ്ങിയിരുന്നു. സ്വർണം തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് സ്വർണം വാങ്ങിയിരുന്നു. അത്തരം പല ബന്ധുക്കളിൽ നിന്ന് വാങ്ങിയ സ്വർണം ഏകദേശം 500 ചില്ലറ പവനോളം സ്വർണം ഉണ്ടായിരുന്നു. ഈ സ്വർണത്തിനെക്കുറിച്ച് യാതൊരുവിധ അറിവുമില്ല. ബന്ധുക്കൾ അന്വേഷിച്ച് നോക്കുമ്പോൾ എവിടെയും പണയം വെച്ചിട്ടില്ല, വിറ്റിട്ടില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ബിസിനസ്സിന് മുടക്കിയിട്ടില്ല. സാമ്പത്തികമായിട്ട് ഇയാൾക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ആർക്കും കടം കൊടുത്തിട്ടില്ല. ഇയാളും ഇയാളുടെ സഹോദരന്മാരും ചേർന്ന് ഗൾഫിൽ ബിസിനസ് നടത്തുകയാണ്. ആ സമയത്ത് ഈ പിന്നീട് നാട്ടിലുള്ള ഒരു സ്ത്രീ, അതായത് ഒരു ഷമീന എന്ന് പറയുന്നൊരു സ്ത്രീ, ചെറുപ്പക്കാരിയാണ്. അവരുമായിട്ട് ഒക്കെ ഒരു സൗഹൃദത്തിലായി. അവർക്ക് മന്ത്രവാദം, കൂടോത്രം തുടങ്ങിയ പരിപാടി ഉണ്ടായിരുന്നു. അവരുടെ ഗ്യാങ്ങിൽ കുറച്ച് ആളുകളുണ്ടായിരുന്നു. അവരുടെ ഭർത്താവുണ്ട്. അങ്ങനെ ഇവരുടെ വീട്ടിൽ തന്നെ ഈ മന്ത്രവാദം നടത്തിയിട്ടുണ്ട്. ഇവരുടെ വീട്ടിൽ എന്ത് മന്ത്രവാദം നടത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിധി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഗഫൂർ ഹാജിയുടെ വീട്ടിൽ നിധി ഉണ്ടെന്നും പറഞ്ഞിട്ടും പിന്നെ ഭാര്യയ്ക്ക് ചെറിയ വിഷാദ രോഗം പോലെ ഉണ്ടായിരുന്നു ഗഫൂർ ഹാജിയുടെ. അപ്പോൾ അത് മാറുന്നതിന് വേണ്ടി 2-3 വട്ടം നടത്തിയിരുന്നു. ആ മന്ത്രവാദം നടത്തിയിട്ട് ഒരു തകിട് ഇവർ കൊടുക്കും. ആ തകിടിന് ഏകദേശം ഒരു 75,000 രൂപ വെച്ചിട്ട് വാങ്ങിയിരുന്നു. അപ്പോൾ ഇവരെ നാട്ടുകാരെല്ലാം ഒരു സംശയം പ്രകടിപ്പിച്ചു. അതിനെ തുടർന്നിട്ട് ആക്ഷൻ കമ്മിറ്റി നിലവിൽ വന്നു. അവർ സമരത്തിലേക്ക് ഇറങ്ങി. അങ്ങനെ ഈ ബേക്കൽ പോലീസ് സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവരെ വിളിച്ച് പലതവണ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോഴൊന്നും ഇവർ കുറ്റം സമ്മതിക്കുകയോ അല്ലെങ്കിൽ അന്വേഷണം ആ ഘട്ടത്തിലേക്ക് കടക്കുകയോ ചെയ്തില്ല. പിന്നീട് ഒക്ടോബറിൽ ഞാൻ തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡേക്ക് ട്രാൻസ്ഫറായി DCRB DSP ആയിട്ട് അവിടെ ചുമതല ഏറ്റെടുത്തപ്പം അവിടെ കാസർഗോഡ് SP ശില്പ മാഡമായിരുന്നു. ശില്പ മാഡം ഇവിടെ റൂറൽ SP ആയിരുന്ന സമയത്ത് ഞാൻ മാഡത്തിൻ്റെ കൂടെ ജോലി ചെയ്തു. മാഡമാണ് ഈ കേസ് എന്നോട് നോക്കാൻ പറഞ്ഞിട്ട് ഏൽപ്പിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഫയലെടുത്ത് ആദ്യം പരിശോധിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മാഡത്തോട് ഈ വിവരങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പം ആ കേസിൻ്റെ പൂർണ്ണമായിട്ടുള്ള അന്വേഷണ ചുമതല എനിക്ക് നൽകിക്കൊണ്ടൊരു
പ്രൊസീഡിങ്സ് ഇറക്കി. അപ്പം മരണം കഴിഞ്ഞിട്ട് 1.5 വർഷം കഴിഞ്ഞിരുന്നു. ആ സമയത്തുള്ള CCTV ഫുട്ടേജുകളൊന്നും ലഭ്യമല്ലായിരുന്നു, ബാക്കപ്പ് കിട്ടിയിട്ടില്ല. കൂടാതെ ഈ ഗഫൂർ ഹാജിയുടെ വീട്ടിൽ തന്നെ CCTV അന്ന് വർക്ക് ചെയ്തിരുന്നില്ല. പിന്നെ പിന്നീടുള്ള തെളിവുകളെല്ലാം ഞങ്ങൾ ഓരോന്നായിട്ട് ശേഖരിച്ച് വരുമ്പോഴാണ് ഇവരുടെ ഈ ഷമീന എന്ന സ്ത്രീ, അവരെ ജിന്നുമ്മ എന്നും കൂടിയാണ് വിളിക്കുന്നത്. ഇവർക്ക് നിലവിൽ നേരത്തെ ഈ സ്വർണം ഇരട്ടിപ്പിക്കുന്ന വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് സ്വർണം തട്ടിയതിൽ 2 കേസുകൾ, പിന്നെ ഒരു ഹണി ട്രാപ്പ്, കാസർഗോഡ് പോലീസ് സ്റ്റേഷന് പറ്റിയുള്ള ഒരു ഹണി ട്രാപ്പ് 2019 കേസിൽ ഇവർ പ്രതികളാണെന്ന് മനസ്സിലായി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്ന് മനസ്സിലായി. അങ്ങനെ നിരന്തരം ഇവരുടെ ഫോൺ കോളുകളും മറ്റു കാര്യങ്ങളും എല്ലാം പരിശോധിച്ചു. അപ്പോൾ ഈ ജ്വല്ലറികളുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടെന്ന് മനസ്സിലായി. ഈ ഗഫൂർ ഹാജി ബന്ധുക്കളിൽ നിന്ന് സ്വർണം വാങ്ങിയ സമയത്ത് എല്ലാം തന്നെ ഇവരുമായിട്ട് സബ്സിക്വൻ്റ് കോൺടാക്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി. അതൊക്കെ വെച്ചിട്ട് ചോദ്യം ചെയ്യുകയും സാക്ഷികളെ കണ്ട് ഒരു ഏകദേശം ഞാൻ ചെന്നതിൽ തന്നെ 150ഓളം ആളുകളെ വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്തു. മറ്റു രേഖകൾ പരിശോധിച്ചു. ഇവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരെയും ഇവരുടെയും സാമ്പത്തിക സ്രോതസ്സ് വെരിഫൈ ചെയ്തു. ബാങ്ക് അക്കൗണ്ടുകൾ, പണയപ്പെടുത്തിയ വിവരങ്ങൾ, വസ്തു വാങ്ങിയ വിവരങ്ങൾ, വാഹനം വാങ്ങിയ വിവരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ വെരിഫൈ ചെയ്തപ്പം ഗഫൂർ ഹാജി ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഇയാൾ സ്വർണം വാങ്ങിയ സമയം തൊട്ട് ഇവർ വളരെ ആർഭാടകരമായ ജീവിതമാണ് നയിച്ചിരുന്നത്. ഒരുപാട് പണം ഇവരുടെ അക്കൗണ്ടുകളിലൂടെ ട്രാൻസാക്ഷൻ നടക്കുന്നത് മനസ്സിലായി. അപ്പം അങ്ങനെ അതിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഈ കഴിഞ്ഞ ഡിസംബർ 4-ാം തീയതി ആ കേസിൽ 4 പ്രതികളെ ഞാൻ അറസ്റ്റ് ചെയ്തു. അവരിപ്പോഴും റിമാൻഡിലാണ്. എന്തിനു വേണ്ടി ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ സ്വർണം തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. 596 പവൻ എന്നാണ് പ്രാഥമികമായ കണക്ക്. ഈ ഗഫൂർ ഹാജി അത്രയ്ക്ക് വലിയ മണ്ടനായിരുന്നു, സംഭരം അല്ലേ ഈ സ്വർണ്ണമൊക്കെ അത് മേടിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാസർഗോഡ് ഇവരുടെ തട്ടിപ്പിന്, അതുപോലെ ഇങ്ങനെയുള്ള ചില ആൾദൈവങ്ങളുടെ തട്ടിപ്പിനിരയായ ഭൂരിഭാഗം ആളുകളും വലിയ സമ്പന്നരായ ആളുകൾ ഇവരുടെ തട്ടിപ്പിനിരയായ വേറെ സമ്പന്നരുമുണ്ട്. പക്ഷേ അവരൊക്കെ നാണക്കേട് ഭയന്നും മറ്റുള്ളതും ഭയന്നും പുറത്ത് പറയാത്തതാണ്. ഈ സമ്പന്നത എന്നതുകൊണ്ട് വിവരം വെച്ചു എന്ന് അർത്ഥമാക്കേണ്ടതില്ല. അതായത് ഈ അന്ധവിശ്വാസത്തിന് വിശ്വസിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. ആ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഒരു 10 പവൻ സ്വർണം ഒരു മുറിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത്ര ദിവസം ആ മുറി തുറന്നു നോക്കാൻ പാടില്ല, അത് കഴിഞ്ഞിട്ട് തുറന്നു കഴിയുമ്പം 10 പവൻ എന്നുള്ളത് 20 പവനാവും എന്നാണ് ഈ ജിന്നുമ്മ വിശ്വസിപ്പിക്കുന്നത്. അതിനുവേണ്ടി ആ ഒരു ദിവസം നീളുന്ന രാത്രിയിലുള്ള ചില കൂടോത്രവും മന്ത്രവാദവും ഒക്കെ ഇവർ ചെയ്യും. എന്നിട്ട് ആ മുറി അടച്ചിടും. പക്ഷേ ഈ സ്വർണ്ണം അന്ന് തന്നെ അവർ കൊണ്ടുപോയിട്ടുണ്ടാകും. പകരം വെക്കുന്നത് വേറെ ചില ഇതാണ്. ഇവർ ഈ മാജിക്ക് അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത്. അത് ഇവരെ കൈക്കലാക്കി ഇവർ ഈ ഗഫൂർ ഹാജി ബന്ധുക്കളിൽ നിന്നൊക്കെ വാങ്ങിയ സ്വർണ്ണം അതാത് ദിവസങ്ങളിൽ തന്നെ ഇവർ മുഖേന കൈമാറിപ്പോയി. അവർ വിശ്വസിപ്പിച്ചു ഇന്ന സ്ഥലത്ത് വെക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് ഇന്ന. അപ്പോൾ ഈ നോമ്പ് കഴിഞ്ഞ സമയത്ത് 2023 ഏപ്രിൽ മാസം നോമ്പ് കഴിയുന്നതോടുകൂടി ഈ സ്വർണം ഇരട്ടിപ്പിച്ച് കൊടുക്കാം എന്നാണ് വാഗ്ദാനം. പക്ഷേ ഈ സ്വർണ്ണമെല്ലാം ഇവർ വിറ്റു, പല സ്ഥലങ്ങളിലും വിറ്റ് ഇവർ പണവും ഇതുമൊക്കെ ആക്കി. അപ്പോൾ ഈ ബന്ധുക്കൾ ഗഫൂർ ഹാജിയോട് സ്വർണം തിരിച്ചു ചോദിക്കാൻ തുടങ്ങി. ഈ നോമ്പിൻ്റെ സമയത്ത് അധികം സ്വർണ്ണാഭരണങ്ങളൊന്നും അധികം ധരിക്കില്ലല്ലോ. ഈ പെരുന്നാൾ കഴിയുമ്പോഴേക്കും ഓരോരുത്തരുടെ കല്യാണവും കുടുംബത്തിലെ വിശേഷ ദിവസങ്ങളും വരുന്ന സമയമായതുകൊണ്ട് അവർക്ക് സ്വർണ്ണം ആവശ്യമായിട്ട് വന്നു. അപ്പോൾ അവർ ഈ ഗഫൂർ ഹാജിനോട് സ്വർണം തിരിച്ചു ചോദിക്കാൻ തുടങ്ങി. ഗഫൂർ ഹാജി ഇവരോട് ചോദിച്ചു, ഇങ്ങനെ കല്യാണമൊക്കെ ഓരോരുത്തരുടെ അടുത്തു, അതുകൊണ്ട് ആ സ്വർണ്ണമൊക്കെ തിരിച്ചു കൊടുക്കേണ്ട സമയം ഓരോരുത്തർ ചോദിച്ചു തുടങ്ങി. അപ്പോൾ സ്വർണം നമുക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ അടുത്ത് സ്വർണ്ണമില്ല, ഇവർ കിട്ടിയതെല്ലാം സമയത്ത്. അതിനു മുമ്പ് ഇവർ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു. അതിന് ബന്ധപ്പെട്ട രേഖകളെല്ലാം നമ്മൾ കളക്ട് ചെയ്താണ്. അപ്പം പിന്നെ ഇവരെ ഇയാളെ കൊല്ലുക എന്നുള്ള ഇതിലേക്ക് എത്തി. ഈ കൊല്ലുന്ന സമയത്ത് യാതൊരു തെളിവൊന്നും അവശേഷിപ്പിക്കാതെ അതും ഇതുപോലെ തന്നെ വളരെ പ്ലാൻഡാണ്. ഈ ഞാൻ അന്വേഷിച്ച കേസുകളെല്ലാം തന്നെ പ്ലാൻഡ് മർഡറാണ്. ഇതിൽ അവരെന്ന് പറഞ്ഞാൽ ദൃശ്യം മോഡലിലുള്ളൊരു തിരക്കഥ തയ്യാറാക്കിയത് തന്നെ. ഇവരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ മാത്രമാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. പിന്നെ അന്നത്തെ ദിവസം ഇവർ വേറെ സ്ഥലങ്ങളിലായിരുന്നു എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ ഓരോ സ്ഥലങ്ങളിലേക്ക് മാറി. പിന്നെ ഈ ടവർ ലൊക്കേഷൻ ഒരു സ്ഥലത്ത് തന്നെ കാണിക്കുന്ന ഒരു വീട്ടിൽ ഒത്തുകൂടി. അപ്പോൾ ടവർ ലൊക്കേഷൻ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു ബന്ധുവീടാണ്. ഈ പ്രതിയുടെ ഒരു സുഹൃത്തിൻ്റെ ബന്ധുവീട്ടിൽ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു ബന്ധുവീട്ടിലേക്ക് പോയി. അപ്പോൾ ഒരു ചടങ്ങിൽ പങ്കെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്തേക്ക് തുണി തയ്ക്കാൻ കൊണ്ടുപോകുക. അങ്ങനെ ഇവർ സൃഷ്ടിച്ചെടുക്കുകയാണ് തെളിവുകൾ. അലീബി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ്
ഇവർക്കെതിരെ ആരോപണം അല്ലെങ്കിൽ പോലീസ് ഇവർക്കെതിരെ ഒരു തെളിവ് നശിപ്പിക്കുകയും ഞങ്ങൾ അവിടെ ഇല്ലായിരുന്നു, ഞങ്ങൾ ഇന്ന സ്ഥലത്തായിരുന്നു എന്ന് മുൻകൂട്ടി ഉള്ള തിരക്കഥ തയ്യാറാക്കി. പക്ഷേ അതിലൊക്കെ തന്നെ പൊരുത്തക്കേടുകളുള്ളതുകൊണ്ട് നമ്മളതെല്ലാം പൊളിച്ചു. ഈ കൊന്ന രീതി എങ്ങനെയാണ്? കൊന്ന രീതി എന്ന് പറഞ്ഞാൽ ഇയാളോട് പറഞ്ഞ് സ്വർണം തിരിച്ച് ഇരട്ടിപ്പിച്ച് തരുന്നതിന് മുമ്പ് ഒരു ചടങ്ങുണ്ട്, ഒരു മന്ത്രവാദം, അത് ചെയ്യണം. അന്നേരം വീട്ടിൽ ആരും ഉണ്ടാകാൻ പാടില്ല, നിങ്ങൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് ഇയാളോട് പറഞ്ഞു. അപ്പം ഇയാൾ ഉച്ചയായപ്പോഴേക്കും ഈ ഭാര്യയും മകളും വീട്ടിലുണ്ടായിരുന്നു. ഭാര്യയും മകളെയും ഇയാൾ തന്നെ ഇവരുടെ നിർദ്ദേശപ്രകാരം ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ വീട്ടിലേക്ക് ഒരു 6 കിലോമീറ്റർ അപ്പുറത്തുള്ള ജ്യേഷ്ഠത്തിയുടെ വീട്ടിൽ കൊണ്ടാക്കി. എന്നിട്ട് ഞാൻ നിങ്ങളെ വൈകുന്നേരം കൂട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഗഫൂർ ഹാജിനോട്, ഭാര്യ നിൽക്കുമ്പം തന്നെ ഒരു 2 ആഴ്ച മുമ്പ്, ഇത് ഒരു 4 ദിവസം മുമ്പ് ഇവർ ഈ തീരുമാനിച്ചാണ്. പക്ഷെ അന്നെന്തോ കാരണം കൊണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാറിപ്പോയതാണ്. അപ്പം അന്ന് പറയുന്നുണ്ട്, നിങ്ങളിലൊരു പിന്നെ ആത്മാവ് കയറിയിട്ടുണ്ട്. 3 ആത്മാക്കളാണ് കയറിയിരിക്കുന്നത്. ഒന്നൊരു ഹിന്ദുവിൻ്റെ, ഒന്ന് 2 മുസ്ലിങ്ങളുടെ. അവർ ദുർമരണം സംഭവിച്ചാണ്. അപ്പോൾ ആ ദുർമരണം സംഭവിച്ച ആത്മാക്കളുടെ രൂപത്തിലേക്ക് നിങ്ങളെ മാറ്റണം, എന്നിട്ട് വേണം അതിൻ്റെ ചടങ്ങുകൾ നടത്താൻ. അപ്പോൾ തുണി കൊണ്ട് ചുറ്റിയിട്ട് നിങ്ങളെ ആ രൂപത്തിലേക്ക് ആക്കിയതിന് ശേഷമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് പേടിയുണ്ടോ എന്ന് ഈ ഗഫൂർ ഹാജിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗഫൂർ ഹാജി പേടിയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ മരണസമയത്ത് ഇവർ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ഇയാളെ ചുറ്റി വരിഞ്ഞ് കെട്ടി, എന്നിട്ടാണ് ഈ ഭിത്തിയിൽ തലയിടിപ്പിച്ചാണ് കൊല്ലുന്നത്. ഭിത്തിയിൽ തലയിടിപ്പിച്ച് ആണ്. അപ്പോൾ ചോര ഒന്നും പുറത്തോട്ട് വന്നില്ല ആ സമയത്ത്? ഇല്ല, ബ്ലഡ് ഒന്നും പുറത്ത് വന്നിട്ടില്ല. അല്ല, അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു? അത് ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബ്ലഡ് ഈ കൺഡ്യൂഷൻ ഇഞ്ചുറിയിൽ ബ്ലഡ് ഉള്ളിലേക്ക് പോകും. അങ്ങനെ ബ്ലഡ് ഉള്ളിൽ പോയിട്ട് ബ്രെയിനിൽ കട്ട പിടിച്ചു, അതാണ് മരണം. അത് അവരങ്ങനെ മനഃപൂർവ്വം ചെയ്തതാണോ? ഇവർ ഈ അക്യൂപങ്ചർ പഠിച്ചിട്ടുണ്ട്. അക്യൂപങ്ചർ പിന്നെ ചികിത്സയും ഈ ചില മർമ്മ ചികിത്സയും പഠിച്ചിട്ടുണ്ട് ഈ 2 സ്ത്രീകൾ, ജിന്നുമ്മയും അവരുടെ സഹായിയും. ബ്ലഡ് പുറത്തു വരാത്ത രീതിയിലാണ്. അതെ, അത് വളരെ സാഹസികമായിട്ട് സാർ തെളിയിച്ചു. അതെ, നമ്മൾക്കത് തെളിയിക്കാൻ പറ്റി. ഇപ്പോൾ 4 പ്രതികളും റിമാൻഡിലാണ്. സ്വർണം നമ്മൾ വീണ്ടെടുത്ത് റിക്കവർ ചെയ്തു. ജിന്നുമ്മ അതിബുദ്ധിശാലിയായിരുന്നു. ജിന്നുമ്മ അതിബുദ്ധിശാലിയാണ്. ജിന്നുമ്മ അതിബുദ്ധിശാലി മാത്രമല്ല, പ്രീവിയസ് ആയിട്ട് ഇതേ സമാനമായിട്ടുള്ള കേസിലെ പ്രതിയാണ്. വളരെ കോൾഡ് ബ്ലഡ് മർഡർ ചെയ്യാനുള്ള കരുത്തുള്ള സ്ത്രീയാണ് അവർ. ഈ ഗഫൂർ ഹാജി കൊല്ലപ്പെട്ടില്ലായിരുന്നെങ്കിൽ സമാനമായിട്ടുള്ള ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ ഇവർക്കെതിരെ ഇപ്പോഴും ആരോപണമൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അന്വേഷണം എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ചിലരുടെ മരണത്തിലൊക്കെ ഇവരുടെ പങ്ക് പറയുന്നുണ്ട്. അല്ല, എല്ലാത്തിനും സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ ഈ ഒരു മരണം സംഭവിച്ചില്ലായിരുന്നു ഗഫൂർ പിന്നെ ഈ ജിന്നുമ്മ ഇപ്പോഴും പല ചെയ്യുക മാത്രമല്ല, ജിന്നുമ്മ വലിയൊരു ആൾദൈവമായിട്ട് വന്നേനെ. അതായത് പലരുടെയും സ്വർണവും മാനവും എല്ലാം പോയേനെ. ഓക്കെ, അപ്പോൾ അത് അതിവിദഗ്ധമായിട്ട് ജിന്നുമ്മയെ പൂട്ടിയിരിക്കുകയാണ്. അതാണ് എല്ലാത്തിനും സമയമുണ്ടെന്ന് പറയുന്നത് പോലെ ജിന്നുമ്മയുടെ സമയം ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു കേസിൻ്റെ അറിയാ കഥയുമായി വീണ്ടും ഞാനെത്തും. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും